മലയാള സിനിമയ്ക്ക് അത്ര നല്ല വർഷമല്ല ഇതുവരെയുള്ള കണക്കുകൾ നോക്കിയാൽ 2026. ബോക്സ് ഓഫീസിനെ സംബന്ധിച്ച് പൊതുവെ വരണ്ട മാസങ്ങളാണ് ഫെബ്രുവരിയും മാർച്ചും ആദ്യമൊക്കെ. എന്നാൽ മുൻ വർഷങ്ങളിൽ മലയാള സിനിമയിൽ ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലൊക്കെ വൻ ഹിറ്റുകൾ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഈ വർഷത്തെ കാര്യം അങ്ങനെയല്ല. പൊങ്കലിന് വൻ ചലനം സൃഷ്ടിക്കാനുള്ള തമിഴ് ബോക്സ് ഓഫീസിനും ഇത്തവണ ക്ഷീണമായിരുന്നു. പൊങ്കൽ റിലീസായി പ്ലാൻ ചെയ്തിരുന്ന വിജയുടെ ജനനായകൻ എത്താതായിരുന്നു ബോളിവുഡിലെ പ്രധാന പ്രതിസന്ധി. ഇപ്പോഴത്തെ ഈ വർഷം ഇറങ്ങിയ ചിത്രങ്ങളിൽ കേരളത്തിൽ നിന്ന് ഏറ്റവും കളക്ഷൻ നേടിയ 10 ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ട്രാക്കർമാർ പുറത്തുവിട്ടിരിക്കുന്ന കണക്കുകൾ പ്രകാരം ഈ വർഷത്തെ റിലീസുകളിൽ കേരളത്തിൽ നിന്ന് ഇതിനകം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം ചത്താപ്പച്ചയാണ്. 17.5 കോടിയാണ് ചിത്രം കേരളത്തിൽ നിന്ന് നേടിയത് എന്നാണ് കണക്കുകൾ. യുവതാരങ്ങളൊപ്പം ക്യാമിയോ റോളിൽ മമ്മൂട്ടി എത്തുന്ന ചിത്രമായിരുന്നു ഇത്. രണ്ടാം സ്ഥാനത്ത് ഒരു യുവതാര ചിത്രമാണ്. സാക്കർ സൂര്യയും ഗണപതിയും അല്ലമീറും പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച പ്രകമ്പനം. 15.2 കോടിയാണ് ചിത്രം കേരളത്തിൽ നിന്ന് നേടിയത്. ജയറാമും കാളിദാസും പ്രധാന വേഷത്തിലെത്തിയ ആശകൾ ആയിരമാണ് മൂന്നാം സ്ഥാനത്ത്. 7.7 കോടിയാണ് ചിത്രം കേരളത്തിൽ നിന്ന് നേടിയത്. നാലാം സ്ഥാനത്ത് ജിത്തു ജോസഫിന്റെ വലതുപക്ഷത്തെ കള്ളനാണ്. ബിജു മേനോനും ജോജു ജോർജും പ്രധാന വേഷത്തിലെത്തിയ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 6 കോടിയാണ് നേടിയതും. സർവ്വമായി എന്ന വൻ വിജയത്തിന് ശേഷം നിവിൻ പോളി നായകനായ ബേബികളാണ് ലിസ്റ്റിൽ അഞ്ചാം സ്ഥാനത്ത്. 4.10 കോടിയാണ് ചിത്രം കേരളത്തിൽ നിന്ന് നേടിയത്. ഭാവനയുടെ അനോമി, കൃഷാന്ത് സംവിധാനം ചെയ്ത മസ്തിഷ്ക മരണം, ഇപ്പോൾ തിയേറ്ററിലുള്ള മിസ്റ്ററി ത്രില്ലർ സംഭവം അധ്യായം 1 എന്നിവയാണ് 6, 7, 8 സ്ഥാനങ്ങളിൽ. അനോമി 3.40 കോടിയും മസ്തിഷ്ക മരണം 2.60 കോടിയും സംഭവം അധ്യായം 1 2.25 കോടിയുമാണ് കേരളത്തിൽ നിന്ന് നേടിയത്. ശിവകാർത്തികേയന്റെ തമിഴ് ചിത്രം പരാശക്തിയാണ് 9ാം സ്ഥാനത്ത്. 1.5 കോടിയാണ് ചിത്രം കേരളത്തിൽ നിന്ന് നേടിയത്. ഇന്ദ്രൻസ് ടൈറ്റിൽ റോളിൽ എത്തിയ ആശാനാണ് ലിസ്റ്റിൽ 10ാമത്. 1.45 കോടിയാണ് ചിത്രം കേരളത്തിൽ നിന്ന് നേടിയത്. സമീപകാലത്ത് കേരളത്തിൽ മികച്ച കളക്ഷൻ നേടിയ മറ്റൊരു ബോളിവുഡ് ചിത്രം ദുരന്തനാണ്. 8.65 കോടിയാണ് ചിത്രം കേരളത്തിൽ നിന്ന് സ്വന്തമാക്കിയത്. എന്നാൽ ഇതിന്റെ റിലീസ് കഴിഞ്ഞ വർഷം ഡിസംബർ 5-നായിരുന്നു.